മധ്യപ്രദേശിലെ ധാർ എന്ന ചരിത്ര നഗരം ഏപ്രിൽ 7 ആ രാത്രിയിൽ ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്ന ഒരു നിലവിളി ആ നഗരത്തിന്റെ ഉറക്കം കെടുത്തി. പ്രമുഖ സുഗന്ധവ്യഞ്ജന വ്യാപാരിയായ 28 വയസ്സുകാരൻ പുരോഹിത് ദേവകൃഷ്ണ സ്വന്തം കിടപ്പുമുറിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. പുറമെ ഒരു സാധാരണ കവർച്ചാ ശ്രമം എന്ന് തോന്നിച്ച ഈ കൊലപാതകം പോലീസിന്റെ സൂക്ഷ്മമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയത് പ്രണയത്തിന്റെയും വഞ്ചനയുടെയും വർണ്ണവിവേചനത്തിന്റെയും അങ്ങേയറ്റം ഭീകരമായ ഒരു മുഖമാണ്. രാത്രി ഏകദേശം 1 മണി. ധാറിലെ ദേവകൃഷ്ണയുടെ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടാണ് അയൽവാസികൾ ഉണരുന്നത്. ദേവകൃഷ്ണയുടെ ഭാര്യ പ്രിയങ്ക പുരോഹിത് സഹായത്തിനായി നിലവിളിക്കുന്ന ശബ്ദമായിരുന്നു അത്. മുഖംമൂടി ധരിച്ചെത്തിയ ഒരു സംഘം ആയുധങ്ങളുമായി വീട് ആക്രമിച്ചുവെന്നും തടയാൻ ശ്രമിച്ച ഭർത്താവിനെ അവർ വെട്ടിക്കൊന്നുവെന്നുമാണ് പ്രിയങ്ക പോലീസിനോട് പറഞ്ഞത്. 3.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ അവർ കവർന്നതായും പ്രിയങ്ക കരഞ്ഞു പറഞ്ഞു. പോലീസ് എത്തുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കിടപ്പുമുറിയിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദേവകൃഷ്ണയുടെ ശരീരം വീടാകെ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. പ്രിയങ്കയുടെ കൈകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു. അവർക്കും ചില പരിക്കുകൾ പറ്റിയിരുന്നു. ഒരു സാധാരണ മോഷണ കേസായിട്ടാണ് പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില കാര്യങ്ങൾ പോലീസിന് അവിശ്വസനീയമായി തോന്നി. ധാറിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരിയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസുകാർക്ക് പ്രിയങ്കയുടെ മൊഴികളിൽ പലയിടത്തും വ്യക്തത കുറവ് അനുഭവപ്പെട്ടു. കവർച്ച ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആഭരണങ്ങളെ കുറിച്ച് പോലീസ് വീടിനുള്ളിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ അവ മുഴുവൻ വീടിനുള്ളിലെ മറ്റൊരു രഹസ്യ അറയിൽ നിന്ന് കണ്ടെടുത്തു. മോഷ്ടാക്കൾക്ക് ആഭരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നെന്തിന് ദേവകൃഷ്ണയെ മാത്രം ലക്ഷ്യം വെച്ചു? വീടിന്റെ മുൻവാതിൽ ബലപ്രയോഗത്തിലൂടെ തുറന്നതിന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തു നിന്നൊരാൾ വന്നതാണെങ്കിൽ വാതിൽ എങ്ങനെ തുറന്നു എന്ന ചോദ്യം പോലീസിനെ കുഴപ്പിച്ചു. കവർച്ചക്കാർ പ്രിയങ്കയെ ആക്രമിച്ചു എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ശരീരത്തിലെ പരിക്കുകൾ സ്വയം ഉണ്ടാക്കിയതുപോലെയാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചു. അന്വേഷണം ദേവകൃഷ്ണയുടെ കുടുംബാംഗങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായത്. ദേവകൃഷ്ണയുടെ സഹോദരി ജ്യോതി നൽകിയ മൊഴി കേസിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു. ദേവകൃഷ്ണയും പ്രിയങ്കയും തമ്മിലുള്ള ദാമ്പത്യം ഒട്ടും സുഖകരമായിരുന്നില്ല. പ്രിയങ്ക എപ്പോഴും എന്റെ സഹോദരനെ അവന്റെ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുമായിരുന്നു. നീ കറുത്തവനാണ്, നീ എന്നെ അർഹിക്കുന്നില്ല എന്നവൾ എപ്പോഴും അവനെ നോക്കി പറയുമായിരുന്നു. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ അഹങ്കാരമുണ്ടായിരുന്നു എന്നാണ് ജ്യോതി പറഞ്ഞു. ദേവകൃഷ്ണയുടെ സഹോദരി ജ്യോതി നൽകിയ മൊഴി കേസിനെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു. ദേവകൃഷ്ണയും പ്രിയങ്കയും തമ്മിലുള്ള ദാമ്പത്യം ഒട്ടും സുഖകരമായിരുന്നില്ല. പ്രിയങ്ക എപ്പോഴും എന്റെ സഹോദരനെ അവന്റെ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുമായിരുന്നു. നീ കറുത്തവനാണ്, നീ എന്നെ അർഹിക്കുന്നില്ല എന്നവൾ എപ്പോഴും അവനെ നോക്കി പറയുമായിരുന്നു. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു എന്നാണ് ജ്യോതി പറഞ്ഞത്. 2020 മുതൽ പ്രിയങ്കയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ടെന്ന സംശയം കുടുംബത്തിനുണ്ടായിരുന്നു. പ്രിയങ്കയുടെ ഫോൺ രേഖകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് അവിടെയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രിയങ്കയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ രാജ്ഗഡ് സ്വദേശിയായ കമലേഷ് പുരോഹിത് എന്നയാളുമായി അവൾ 100 കണക്കിന് തവണ സംസാരിച്ചതായി കണ്ടെത്തി. കൊലപാതകം നടന്ന രാത്രിയിൽ പോലും ഇവർ തമ്മിൽ ദീർഘനേരം സംസാരിച്ചിരുന്നു. ഇതോടെ അന്വേഷണം കമലേഷിലേക്ക് നീങ്ങി. കമലേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഗൂഢാലോചനയുടെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു. ദേവകൃഷ്ണയെ ഒഴിവാക്കി പ്രിയങ്കയ്ക്കൊപ്പം ജീവിക്കാനാണ് തങ്ങൾ ഈ പദ്ധതി തയ്യാറാക്കിയതെന്ന് കമലേഷ് സമ്മതിച്ചു. കൊലപാതകം നേരിട്ട് നടത്തിയാൽ പിടിക്കപ്പെടുമെന്ന് ഭയന്ന ഇവർ ഒരു പ്രൊഫഷണൽ ക്രിമിനലിനെ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. ഇതിനായി സുരേന്ദ്ര ഭാട്ടി എന്ന കൊട്ടേഷൻ ഗുണ്ടയെയാണ് ഇവർ സമീപിച്ചത്. 1 ലക്ഷം രൂപയാണ് കൊലപാതകത്തിനായി ഉറപ്പിച്ചത്. ഇതിൽ 50,000 രൂപ അഡ്വാൻസായി നൽകുകയും ചെയ്തു. കൊലപാതകത്തിന്റെ തിരക്കഥ ഇങ്ങനെയായിരുന്നു. ഏപ്രിൽ 7 രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രിയങ്ക വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടു. അകത്തു കയറിയ സുരേന്ദ്ര ഭാട്ടി നേരെ കിടപ്പുമുറിയിലെത്തി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദേവകൃഷ്ണയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. കൊലപാതകത്തിന് ശേഷം സംഭവം കവർച്ചയാണെന്ന് തോന്നിപ്പിക്കാൻ പ്രിയങ്ക തന്നെ ആഭരണങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും വീടാകെ അലങ്കോലപ്പെടുത്തുകയും ചെയ്തു. തന്റെ കൈകൾ തനിയെ കെട്ടിയിട്ട് താനും ആക്രമിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ പ്രിയങ്ക അഭിനയിച്ചു. എന്നാൽ പോലീസിന്റെ കടുപ്പമേറിയ ചോദ്യം ചെയ്യലിന് മുന്നിൽ പ്രിയങ്കയ്ക്ക് ഒടുവിൽ പിടിച്ചു നിൽക്കാനായില്ല. താൻ ചെയ്ത തെറ്റുകൾ അവൾ ഏറ്റുപറഞ്ഞു. നിലവിൽ പ്രിയങ്ക പുരോഹിതിനെയും കാമുകൻ കമലേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃത്യം നടത്തിയ സുരേന്ദ്ര ഭാട്ടി ഇപ്പോഴും ഒളിവിലാണ്. അവനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ദേവകൃഷ്ണയുടെ മാതാവ് തന്റെ മകന്റെ കൊലപാതകികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് കണ്ണീരോട് ആവശ്യപ്പെടുന്നു. ഒരു മനുഷ്യന്റെ നിറത്തെ പരിഹസിച്ചും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിത പങ്കാളിയെ തന്നെ ഇല്ലാതാക്കിയും പ്രിയങ്ക നടത്തിയ ഈ ക്രൂരത നാടിനെ നടുക്കിയിരിക്കുകയാണ്.
പുറമെ തിളങ്ങുന്ന സൗന്ദര്യത്തിന് പിന്നിൽ എത്രത്തോളം കറുത്ത ചിന്തകൾ ഒളിഞ്ഞിരിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ കേസ്. വർണ്ണവിവേചനവും അവിഹിത ബന്ധങ്ങളും ചേർന്ന് ഒരു യുവാവിന്റെ ജീവൻ കവർന്നെടുക്കുമ്പോൾ തകർന്നടിയുന്നത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ്. ചതിയുടെയും വഞ്ചനയുടെയും ഈ കഥ മധ്യപ്രദേശിലെ ധാറിൽ അവസാനിക്കുന്നില്ല. പകരം വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ തുടക്കം മാത്രമാണ്.